കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ നമ്മൾ ബംഗാളിലെ കാര്യം താൽക്കാലികമായിട്ട് വിട്ടുപോയി. മറന്നുപോയതല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബംഗാളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവേന്ദു അധികാരി അവിടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പിക്കാരായ മറ്റ് മുഖ്യമന്ത്രിമാരുടെയും ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭ നയിക്കുന്ന മുഖ്യമന്ത്രിമാരും എല്ലാവരും വേദിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ചുമതലയേറ്റു. പുതിയൊരു ബംഗാൾ പടുത്തുയർത്താൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പരാജയം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന മമതാ ബാനർജി ഒടുവിൽ മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് സ്വയം അംഗീകരിച്ചു. നമുക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഇവർ സെക്രട്ടേറിയറ്റിൽ കയറിയിരുന്ന് സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് കളയും. ഉദ്യോഗസ്ഥന്മാരും ഇവർ പറഞ്ഞ കേട്ട് പെരുമാറാൻ തുടങ്ങും. ഇവിടെ ഈ കേരള യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ നടക്കണമെങ്കിൽ രജിസ്ട്രാറും വൈസ് ചാൻസലറും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഓർഡറുകൾ പാസ്സാക്കിയിരുന്ന പോലെ ഒരു ഭാഗത്ത് സുവേന്ദു അധികാരിയും ഒരു ഭാഗത്ത് മമതാ ബാനർജിയെ ഒരേ സമയത്ത് മുഖ്യമന്ത്രിമാരായിരുന്നു നാട് ഭരിക്കുന്ന ഒരു അപകട സന്ധി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഏതായാലും അതുണ്ടായില്ല. അധികാരിയെ തന്നെയാണ് അധികാരിയായിട്ട് മമതാ ബാനർജി അംഗീകരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അവർ പ്രതിപക്ഷത്താണ്. അവരുടെ പാർട്ടി പ്രതിപക്ഷത്താണ്, അവർ പ്രതിപക്ഷത്തില്ല. കാരണം അവർ തോറ്റുപോയി. അങ്ങനെ ഭരണം മുന്നോട്ട് പോകാൻ ആരംഭിക്കും. അതേസമയത്ത് മമതാ ബാനർജി ബി ജെ പിയോട് കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സകല പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് ആഹ്വാനം ചെയ്യണം. ഈ ആഹ്വാനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉടനെ തന്നെ മറ്റ് പാർട്ടികൾ CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, RSP എല്ലാവരും ഇടതുപക്ഷ പാർട്ടികൾ അവർ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞിട്ടാണ് ക്ഷണിച്ചത്. ഇടതുപക്ഷ പാർട്ടികളും തീവ്ര ഇടതുപക്ഷ പാർട്ടികൾ, അതായത് CPI, ML, റെഡ് ഫ്ലാഗ് ലിബറേഷൻ പോലുള്ള പാർട്ടികൾ, മാവോയിസ്റ്റ് പാർട്ടികൾ, അവരുമൊക്കെ മമതാ ബാനർജിയായിട്ട് സഹകരിക്കണം. SUCI എന്ന് പറഞ്ഞ പാർട്ടികൾ അവർ ബംഗാളിൽ കുറച്ച് വരട്ടെ, അവർ സഹകരിക്കണം. പിന്നെ കോൺഗ്രസ് സഹകരിക്കണം. പിന്നെ മറ്റെല്ലാ പാർട്ടികളും സഹകരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ബംഗാളിലെ BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി, സുവേന്ദു അധികാരിയെ പറഞ്ഞുവിടാൻ വേണ്ടി, അധികാരി നയിക്കുന്ന സർക്കാരിനെ ബംഗാൾ ഉൾക്കടലിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടി. അങ്ങനെ എല്ലാവരും സഹകരിക്കണം, എല്ലാവരും കൂടിച്ചേർന്ന് നിൽക്കണം, നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഐക്യത്തോടെ പെരുമാറണം എന്നുള്ളത്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ ഈ ചൂണ്ടയിൽ കൊത്തിയിട്ടില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് മുഹമ്മദ് സലീമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും മമതാ ബാനർജിയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത്ര വലിയ അഴിമതി നടത്തിയ, സമുദായ പ്രീണനം നടത്തിയ, വർഗീയ ലഹളമുണ്ടാക്കിയ ഒരു പാർട്ടിയുമായിട്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു കാരണവശാലും യോജിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന നിലപാട് സ്വീകരിച്ചു. CPIയുടെ നിലപാടിൽ യാതൊരു വ്യത്യാസമില്ല. RSP, ഫോർവേഡ് ബ്ലോക്കും ഒക്കെ ഇതിൻ്റെ നിലപാടുകൾ തന്നെയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യമാണ്. സത്യത്തിൽ കോൺഗ്രസ്സാണ് ഇവരുമായിട്ട് സഹകരിക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് CPMനെയും BJPയും ബംഗാളിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ സാധിക്കും. പക്ഷേ അവരും കൂട്ടാക്കിയില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ മമതാ ബാനർജിയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം പാടില്ല, അവർ നടക്കണ വഴി കൂടി നമ്മൾ നടക്കാൻ പാടില്ല, അവർ കുളിക്കണ കുളത്തിൽ കുളിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത്രയും സംഘർഷപൂരിതമായൊരു നിലവാരത്തിലേക്ക് പശ്ചിമ ബംഗാളിലെ BJP ഇതര പാർട്ടികളുടെ രാഷ്ട്രീയം രൂപാന്തരപ്രാപ്തി കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദശാസന്ധിയിൽ കൂടിയാണ് ബംഗാൾ കടന്നു പോകുന്നത്. പിന്നെ ആകെ വന്നിട്ട് പോയിട്ട് ഒരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൗദൂദി ചാനലിൽ വിടുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് കൽക്കട്ടയ്ക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്ത് യാതൊരു പിന്തുണയും കിട്ടുന്നില്ല. മിക്കവാറും പാർട്ടികളും ഇടത്തരം നേതാക്കന്മാരും സാധാരണ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ ദീദിയുടെ ഭരണത്തിൽ വളരെ വളരെ അസംതൃപ്തരാണ്. അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. കുറച്ച് പേരൊക്കെ SIRൽ പെട്ട് പോയിട്ടുണ്ട്. SIRൽ പേര് നഷ്ടപ്പെട്ടതിലാണ്ട് 63% ഹിന്ദുക്കളും ബാക്കി മുസ്ലിങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അഭയാർത്ഥികൾ കിഴക്കൻ ബംഗാളിൽ നിന്ന് പടിഞ്ഞാറൻ ബംഗാളിലേക്ക് വരും എന്ന സംശയം അവിടെ ഉണ്ട്. പടിഞ്ഞാറൻ ബംഗാളിൽ നിന്ന് കിഴക്കൻ ബംഗാളിലേക്ക് പോയേക്കും എന്ന ഭീതിയുമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധവും സാമാന്യം സങ്കീർണമാകുന്ന നിലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്, ബംഗാളിനെ BJPയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടിയിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമായിരുന്നില്ല, മറ്റു പാർട്ടികളുടെയും കൂടി ആവശ്യമാകണമായിരുന്നു. പക്ഷേ വേറൊരു പാർട്ടിയും ഈ മമതാ ബാനർജിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് കച്ചവടം നഷ്ടത്തിലായാലും കുഴപ്പമില്ല, ഇവിടെ ഭരണാധികാരം കിട്ടേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടി
കുമാരി മമതാ ബാനർജി കടന്നു പോകുമ്പോൾ ചുരുങ്ങിയത് അവരുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? അവരെല്ലാം കൂടി ചേർന്നിട്ട് വേണമല്ലോ ഈ മുന്നണിക്ക്, പുതുതായി ഉണ്ടാകാൻ പോകുന്ന മുന്നണിക്ക് ഒരു നേതൃത്വം കൊടുക്കാനായിട്ട്. പക്ഷെ സംഭവിച്ചിട്ടുള്ള അതല്ല. കുറേ നേതാക്കന്മാർ അതിനിടയ്ക്ക് തന്നെ കുലംകുത്തികളായിട്ട് മാറി. അവർ പാർട്ടി രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടിരിക്കുകയാണ്. അവർ BJPയുമായിട്ട് പരോക്ഷമായിട്ട് സഹകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രവുമല്ല, എൻഫോഴ്സ്മെൻറ്റുകാരാണെങ്കിൽ നിരവധി FIRകൾ ഇട്ട് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിണതഫലം എന്തായിരിക്കും, ആരൊക്കെ ജയിലിൽ പോവും എന്നുള്ളത് നമുക്ക് അധികം വൈകാതെ കാണാം. ഏതായാലും കുമാരി മമതാ ബാനർജിക്ക് 15 കൊല്ലം നാട്ടുകാരെ ഭരിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ ക്ഷീണം മാറ്റാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ജയിൽവാസമാണ് എന്ന കാര്യം വിനയപുരസ്സരം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ജോയ് ബംഗ്ല.